ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. അധ്വാൻ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനലിൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അനുഗ്രഹമാണ് നമ്മളുടെയും അനുഗ്രഹം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിത ചരിത്രം 4-ാം ദിവസമാണ് പറഞ്ഞു വെച്ചത്. അത് കുറച്ച് ദുഃഖത്തിലാണ് അവിടെ നമ്മൾ നിർത്തിപ്പോയത്. ഇനി അടുത്തത് അവിടെ നിന്ന് നമുക്ക് തുടരാം. അങ്ങനെ 2004 അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം അന്നെൻ്റെ മോന് 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട സമയമായിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു സംഭവം നടന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് തരണം ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നു. മോൻ 10ാം ക്ലാസ്സിൽ തെറ്റില്ലാത്ത മാർക്ക് വാങ്ങി അവന് ജയിച്ചു. അവിടുന്ന് അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ 10ാം ക്ലാസ് പാസ്സായി. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസമാണ് അവനെടുത്തത് +2-ന്. +1 +2. +1 അന്നാണ് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ എടുത്തു. അപ്പോൾ അത് നന്നായിട്ട് ഒരുവിധം തെറ്റില്ലാത്ത മാർക്ക് വാങ്ങിച്ചു. ഒത്തിരി വാങ്ങിച്ചെന്ന് പറയാൻ പറ്റില്ല, വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തിരുവനന്തപുരത്ത് അവനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് അവന് ചേരാനൊരു അവസരം കിട്ടി. അങ്ങനെ അവന് അത് അവസരം കിട്ടി. അതൊരു വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഷിപ്പിൻ്റെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിലാസൻ ടീച്ചർ ഒരു അവസരം ഉണ്ടാക്കി തന്നു. അവരുടെ വീടിനടുത്തുള്ള ഒരു പരിചയമുള്ള ഒരാളെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ പോയി. അവിടെ പോയിട്ട് ഒരു വർഷത്തെ കോഴ്സ് അവിടെയും ചെയ്തു. എന്തായാലും അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. അവനങ്ങനെ മർച്ചൻ്റ് നേവിയിൽ അവന് അന്ന് മുതൽ അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. വർഷങ്ങൾ കുറേയായി. അങ്ങനെ ആ കഥകൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിനിടയിൽ മകളുടെ കല്യാണം നടന്നു. തൃപ്രയാറ് അവർ രണ്ടുപേരും കൂടി ഇഷ്ടത്തിലുള്ള ഒരു കല്യാണമാണ് നടന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മൾ കല്യാണം കഴിപ്പിച്ച് അന്തസ്സായിട്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് നമ്മൾ കൊടുത്തു. അങ്ങനെ അവർ സുഖമായിട്ടിരിക്കുന്നു. മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും പിന്നെ അതിനിടയിലാണ് കല്യാണം പഠിത്തം തീരുന്നതിന് മുമ്പ് തന്നെയായിരുന്നു കല്യാണം. കഴിഞ്ഞു. അപ്പോഴേക്കും അവൾ ഗർഭിണിയായി, ഒരു കുട്ടിയായി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവൾ ഹയർ സ്റ്റഡീസിന് MD എടുക്കാൻ വേണ്ടി എൻട്രൻസ് എഴുതി. അവൾക്ക് കിട്ടി. അങ്ങനെ അവൾ MDയും കഴിഞ്ഞു. അവരങ്ങനെ സുഖമായിട്ട് 2 പെൺകുട്ടികളുമായിട്ട് അവർ തൃപ്രയാറ് കഴിയുന്നുണ്ട്. 2 പേർക്കും. മോൾക്ക് PSC എഴുതി, അവൾക്ക് PSC ഡോക്ടറായിട്ട് ജോലി കിട്ടി. അത് കൂടാതെ അങ്ങനെ അവർ 2 പേരും ഒരേ ലെവലിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അവരങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് BRCയിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞില്ല. അവിടുന്ന് ഞാൻ 9 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റിന് അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ ആ പോസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് മാനേജർ പോസ്റ്റ് രണ്ടാമതുണ്ടാക്കി കുട്ടികളെയൊക്കെ ആക്കി എല്ലാം റെഡിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഓർഡറൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് BRCയിൽ നിന്നും ആർക്കും വിടാൻ മനസ്സില്ലായിരുന്നു. പോകണ്ട ടീച്ചർ, ഇവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ മാനേജർ നമുക്കൊരു ഉദ്യോഗം തന്നതല്ലേ, അപ്പം അവരതിനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് ഞാൻ വീണ്ടും വരോട് സ്കൂളിലേക്ക് തന്നെ വന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. 2011 ഞാൻ ജോലിയിൽ നിന്നും മാസത്തിൽ ജോലിയിൽ നിന്നും വിരമിച്ചു. 56ാമത്തെ വയസ്സിൽ. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗുരുവായൂർ, അതായത് ഈ വിറ്റിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ വേറെ വീടുകളൊക്കെ കയറ്റിയിരുന്നു. വിറ്റിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലോട്ട് പോകണം. അപ്പോൾ അതെനിക്ക് പറ്റില്ല. നാട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ മോളെ ഇവിടെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ പോയാൽ ശരിയാവില്ല. കാരണം എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ വരാനും പോകാനും ഒന്നും വയസ്സായി കഴിയുമ്പോൾ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗുരുവായൂരിനടുത്തുള്ള ഒരു സ്ഥലം
മേടിച്ചു. ഒരു സ്ഥലവും ഒരു വീടും കൂടി, വീട് പണി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കടം കയറിയിട്ട് അവർ വിറ്റതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം മേടിച്ചു, അങ്ങനെ ആ വീട് കയറ്റി. അങ്ങനെ അതിന് മുൻപ് ഒരു വർഷം ഞാൻ എൻ്റെ ഒരു പ്രസന്ന ടീച്ചറുടെ വീട്ടിൽ, അതായത് എൻ്റെ നാട്ടിലുള്ള ഒരു ടീച്ചറാണ്, അവർ പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ താമസിച്ചിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ടീച്ചർ നല്ല സ്നേഹമുള്ള ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചു. അവിടെ നിന്നാണ് ഞാൻ ഗുരുവായൂർക്ക് ഞാൻ വരുന്നത്. അങ്ങനെ ഗുരുവായൂരപ്പനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും ചെയ്യാം, മകളേനെയും കാണാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ. എന്തായാലും അത് തെറ്റിയില്ല, നല്ലൊരു തീരുമാനമായിരുന്നു അത്. ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. കാരണം ഞാൻ അത്രയും ദൂരത്ത് കിടക്കുന്ന എനിക്ക് ഇവിടെ വന്നിട്ടൊരു സ്ഥലം മേടിക്കാൻ നമുക്ക് വേറെ ആരും ഇല്ല താനും. ഒരാളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂർ ഭാഗത്തേക്കൊന്ന് നീങ്ങിയേ കൊള്ളാവുന്നുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു ബ്രോക്കറുടെ നമ്പർ തന്നു, അങ്ങനെ വിളിച്ചു, അങ്ങനെ ഇവിടേക്ക് നമ്മൾ എത്തിയതാണ്. അപ്പോൾ അവിടെ അങ്ങനെ മോൻ്റെ വിവാഹവും കഴിഞ്ഞു. ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർക്ക് 2 മക്കളുമായി, ഒരു മൂത്തതൊരു ആണും രണ്ടാമത്തത് പെൺകുട്ടി. അങ്ങനെ മോനിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതിനിടയിൽ ഒരു പ്രശ്നവും കാര്യങ്ങളുമൊക്കെ എനിക്ക് വേണ്ടി വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെയൊക്കെ ഇന്നിപ്പം ഇവിടെ വരെ ഞാൻ എത്തിയിരിക്കുകയാണ്. എനിക്കിവിടെ വന്നതിന് ശേഷം ആ സമയം മുതൽ ഞാൻ ഒരു കൃഷിക്കാരിയായി തീർന്നിരിക്കുകയാണ്. കാരണം ഒരാളെനിക്ക് കുറേ സ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. വേറൊരാൾ വിളിച്ചതാണ്. അപ്പോൾ കൂട്ടായിട്ടുള്ള കൃഷിയാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ആ കൂട്ടായ്മ പോയി. പിന്നെ ഉടമസ്ഥൻ പറഞ്ഞു ടീച്ചർക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. 60 സെൻറ്റ് സ്ഥലമുണ്ട്, അതിലെവിടെയെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിപ്പം 14 വർഷമായി അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് അവാർഡുകളും കാര്യങ്ങളുമൊക്കെ നമ്മളെ തേടി വന്നു, കിട്ടി. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇന്നും കൃഷി നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടുകാര്യങ്ങളും നോക്കി ഇങ്ങനെ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കഥകൾ നാളെ പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.